പ്രിയപ്പെട്ടവരെ, നമസ്കാരം. നമ്മുടെ രാജ്യത്തെ ആകെ ചോരയിൽ മുക്കാനുള്ള ഒരു വലിയ ശ്രമം, അത് നമ്മുടെ സുരക്ഷാ സേന പരാജയപ്പെടുത്തിയതിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാനുള്ളത്. ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനങ്ങളെ വെല്ലുവിളിക്കാൻ ശ്രമിക്കുന്നവരോട് കേന്ദ്ര സർക്കാരിൻ്റെ നയം മറുപടി വളരെ കൃത്യമാണ്. സീറോ ടോളറൻസ് ആണ് കേന്ദ്ര സർക്കാരിൻ്റെ മറുപടി. അതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നയം. നമ്മുടെ രാജ്യത്തെ മുഴുവൻ തകർക്കാൻ വേണ്ടിയിട്ട്, ചോരയിൽ മുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, ആ ശ്രമത്തെ നമ്മുടെ സുരക്ഷാ സേന ഒരു മിന്നലാക്രമണത്തിലൂടെ തകർത്തതിൻ്റെ ആ ഒരു സംഭവത്തെ കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കാനുള്ളത്. ISI പിന്തുണയോടുകൂടി പ്രവർത്തിച്ചിരുന്ന ഷഹസാദ് ഭട്ടി എന്ന ഭീകര ശൃംഖലയെ ഇന്ത്യൻ സൈന്യം തകർത്തു. സ്വാതന്ത്ര്യ ദിനത്തിന് തലേന്നാണ് രാജ്യം മുഴുവൻ ഞെട്ടിയ ആ വാർത്ത അമിത്ഷാ പങ്കുവച്ചത്. എന്തായിരുന്നു ആ വാർത്ത? രാജ്യത്തെ 14 സംസ്ഥാനങ്ങളിൽ ഒരേ സമയത്ത് നടത്തിയ റെയ്ഡുകളിലൂടെ, ഒരേ സമയത്ത് നടത്തിയ ഓപ്പറേഷനുകളിലൂടെ നമ്മുടെ സുരക്ഷാ സേന ഷഹസാദ് ഭട്ടി ശൃംഖല, ആ നെറ്റ്വർക്കിനെ പൂർണ്ണമായും തകർത്തുകൊണ്ട് ഏതാണ്ട് 253 പേരെ കൃത്യമായിട്ട് പിടികൂടി. 80 കേസുകൾ നിലവിൽ ഈ ഓപ്പറേഷനിൽ എടുത്തിട്ടുണ്ട്. അങ്ങനെ രാജ്യത്തെ ശിഥിലമാക്കാൻ വേണ്ടിയിട്ടുള്ള, രാജ്യത്തെ ചോരയിൽ മുക്കാൻ വേണ്ടിയിട്ടുള്ള ISI പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഷഹസാദ് ഭട്ടി ശൃംഖലയെ, നെറ്റ്വർക്കിനെ നമ്മുടെ സുരക്ഷാ സൈന്യം ഒരേ സമയത്ത് 14 സംസ്ഥാനങ്ങളിൽ നടത്തിയ ഓപ്പറേഷനുകളിലൂടെ കൃത്യമായി പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. രാജ്യത്തെ 14 സംസ്ഥാനങ്ങളിൽ ഒരേ സമയത്ത് നടത്തിയ ഈ റെയ്ഡ്, 253 പേരെ പിടികൂടിയ ഈ റെയ്ഡ്, ഇതൊരു സാധാരണ റെയ്ഡ് ആയിരുന്നില്ല. രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശൃംഖല, ആ ശൃംഖലയെ തകർക്കുന്ന ഒരു റെയ്ഡായിരുന്നു നടന്നത്. രാജ്യത്തിന്റെ 14 സംസ്ഥാനങ്ങളിൽ ഒരേ സമയത്ത് നടത്തിയ ഈ റെയ്ഡിൽ പിടിച്ചെടുത്ത സാധനങ്ങൾ, അത് കണ്ടാൽ, അതറിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും ഞെട്ടും. പാകിസ്ഥാൻ ഫാക്ടറിയിൽ നിർമ്മിച്ചെടുത്തിട്ടുള്ള ഗ്രനേഡുകൾ, പിസ്റ്റളുകൾ, തത്സമയം വെടിയുതിർക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ, അതേപോലെ തന്നെ അതിനൂതന ചാരവൃത്തിക്കായിട്ട് ഉപയോഗിക്കുന്ന CCTV ക്യാമറകൾ, അങ്ങനെ ഇതുപോലെയുള്ള ഒട്ടനവധി നിർണായകമായിട്ടുള്ള ആയുധങ്ങൾ, തെളിവുകൾ പിടിച്ചെടുക്കുകയുണ്ടായി ഈ റെയ്ഡിൽ. ഇത്തരം അതിമാരകമായിട്ടുള്ള ആയുധങ്ങളും അതേപോലെ തന്നെയുള്ള സജ്ജീകരണങ്ങളും ഇത് പെട്ടെന്നുണ്ടായ ഒന്നല്ല. കൃത്യമായി ISIയുടെ സഹായത്തോടുകൂടി, അവരുടെ ധനസഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വലിയ ശൃംഖലയാണ് ഈ ഷഹസാദ് ഭട്ടി ശൃംഖല. ആ ശൃംഖലയെ തകർക്കാൻ നമ്മുടെ സുരക്ഷാ സേനയ്ക്ക് കൃത്യമായി കണ്ടെത്തി തകർക്കാൻ സാധിച്ചു. 253 പേരെ പിടികൂടാൻ സാധിച്ചു. ഇവർക്കെതിരെ 80 കേസുകൾ എടുക്കാൻ നമ്മുടെ സേനയ്ക്ക്, സുരക്ഷാ വിഭാഗത്തിന് സാധിച്ചിട്ടുണ്ട്. ഈ റെയ്ഡിനു ശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത്, രാജ്യത്തെ ആകെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ഭീകരാക്രമണ പദ്ധതി, അതാണ് ഞങ്ങൾ നശിപ്പിച്ചത്. അതിൽ നിന്ന് ഞങ്ങൾ 200-ലധികം ഭീകരരെ പിടികൂടി. രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ശൃംഖല എത്ര വലുതായാലും, ആരുടെയൊക്കെ തന്നെ സഹായം കിട്ടിയാലും അവരെയൊക്കെ തന്നെ കൃത്യമായി തിരിച്ചറിഞ്ഞ് കൂട്ടും എന്നുള്ള കൃത്യമായിട്ടുള്ള, വ്യക്തമായിട്ടുള്ള സന്ദേശമാണ് അമിത്ഷാ പങ്കുവച്ചത്. ഉത്തർപ്രദേശ്, ദില്ലി, പഞ്ചാബ്, നമ്മുടെ കേരളത്തിൽ വരെ ഈ ശൃംഖല വ്യാപിച്ചിരുന്നു. കേരളത്തിൽ നിന്നും 2 പേരെ ഈ ഷഹസാദ് ഭട്ടി നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, പിടികൂടിയിട്ടുണ്ട്. അപ്പൊ ഈ ശൃംഖല വലിയൊരു നെറ്റ്വർക്ക് തന്നെയായിരുന്നു. രാജ്യത്തെ 14 സംസ്ഥാനങ്ങളിൽ വ്യാപിച്ച ഒരു വലിയ നെറ്റ്വർക്കിനെ ആയിരുന്നു നമ്മുടെ സുരക്ഷാ സേന പിടികൂടിയത്. മോദി സർക്കാരിന്റെ
കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ നടന്ന ഈ ഓപ്പറേഷന്റെ സന്ദേശം വളരെ കൃത്യമാണ്. ഇന്ത്യയുടെ മണ്ണിൽ ഭീകരത അതെത്ര വലുതായാലും, ഏത് കൊടികെട്ടിയ ISIയുടെ പിന്തുണ ഉണ്ടെന്ന് പറഞ്ഞാലും ഇന്ത്യയുടെ മണ്ണിൽ ഭീകരത വെച്ചു പൊറുപ്പിക്കില്ല. അതിനെ കൃത്യമായി കണ്ടെത്തി തിരിച്ചറിഞ്ഞ് ഇല്ലാതെയാക്കും എന്നുള്ള കൃത്യമായ സന്ദേശമാണ് അമിത്ഷാ നൽകിയത്. കൃത്യമായ സന്ദേശമാണ് നമ്മുടെ സുരക്ഷാ സേന പങ്കുവെക്കുന്നത്. കൃത്യമായ സന്ദേശമാണ് മോദി സർക്കാർ ഭീകരതയ്ക്കെതിരെ നൽകുന്നത്. നമസ്കാരം.